നമസ്കാരം. 2024 തുലാം രാശിക്കാർക്ക്, തുലാം ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പൊതുവെ നല്ലൊരു വർഷമാണ് തുലാം ലഗ്നമായാലും തുലാം രാശിയായാലും. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ഒരു ഗോചരം അഷ്ടമഭാവത്തിലേക്ക് മെയ് മാസത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പലതരത്തിലും ഇത് നിങ്ങളുടെ പഴയ കാല കർമ്മഫലങ്ങൾ തരാനും അവിചാരിതമായി ചില ലാഭങ്ങൾ കൊണ്ടുതരാനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ്. ഈ പ്രഡിക്ഷൻസ് എന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ ആശ്രയിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് രാഹു, കേതു, ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാന്തർദശാ കാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ ദശാകാലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കർമ്മഫലത്തെ കാണിക്കുന്നതാണ്. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അതുപോലെ നമ്മുടെ സമയം എന്നത് നമ്മുടെ ദശയാണ്. നമ്മുടെ സമയം ശരിയല്ല, സമയം നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോചരത്തെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ സമയമാണ്, നമ്മുടെ ദശാകാലമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ദശാകാലവുമായി താരതമ്യപ്പെടുത്തി ഗോചരത്തിലെ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അവർ തമ്മിലുള്ള ബന്ധം ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ താരതമ്യം ചെയ്തു നോക്കാൻ ഈ പ്രഡിക്ഷൻസ് ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോൾ തുലാം രാശി, തുലാം ലഗ്നക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം എന്നത് കൂടുതലായിട്ടും വിദേശത്ത് നിന്നാണ് സാധ്യതകളുള്ളത്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും അതുപോലെ വിദേശത്തിരിക്കുന്നവരാണെങ്കിലും ഒക്കെ വിദേശത്തിരുന്നിട്ടാണ് ലാഭമുള്ളത്. ഈ ഒരു വർഷം എന്നത് മുഖ്യമായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം. അതായത് ഇവിടെ ജോലി ചെയ്തോളാം, ഇനി ഇവിടെ ജോലി അന്വേഷിക്കാം, നമ്മുടെ നാട്ടിൽ അന്വേഷിക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വർഷം എന്നത് പ്രോമിസ് ചെയ്യുന്നത് വിദേശത്ത് നിന്ന് ലാഭം നേടാനാണ്. അത് പഠിക്കാനായാലും ജോലിക്കായാലും മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ വിവാഹത്തിനായിട്ടുള്ള സമയങ്ങൾ, സന്താനം ലബ്ധിക്കായിട്ടുള്ള സമയങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ദീർഘകാലമായിട്ട് പറഞ്ഞ് പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ ഈ ഒരു വർഷം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് മെയ് മാസത്തിന് ശേഷം നിങ്ങൾ കുറേയൊക്കെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു പെരുമാറ്റമായാലും അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങളായാലും ഒന്ന് കണ്ണടച്ച് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നീട് കുറേയൊക്കെ ഈ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് മെയ് മാസത്തിന് ശേഷം. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ പലതും ശുഭകരമായതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങളൊരു പക്ഷേ ഒരു ഡിവോഴ്സൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നേരത്തെ തന്നെ വിവാഹമോചനമൊക്കെ തീരുമാനിച്ചിട്ട് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ദീർഘകാലമായിട്ട്, അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ വ്യക്തിയിൽ നിന്ന്, നിങ്ങളുടെ പങ്കാളിയായിട്ട് ഇരുന്ന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതായത് ഇത്തരം കാര്യങ്ങളിൽ, അതായത് പിതൃസ്വത്താകട്ടെ, ആകസ്മികമായിട്ടുള്ള ധനലാഭങ്ങളാകട്ടെ, ഒരാളുടെ മരണശേഷം ലഭിക്കുന്ന പണമായിക്കോട്ടെ, വിവാഹമോചനത്തിന് ശേഷം ലഭിക്കുന്ന ധനമായിക്കോട്ടെ, ഇൻഷുറൻസ് തുകകളായിക്കോട്ടെ, അങ്ങനെയുള്ള LIC പോലുള്ള അങ്ങനെയുള്ള തുകകളൊക്കെ, പ്രത്യേകിച്ച് മറ്റൊരാളുടെ വിയോഗത്തിന് ശേഷം, മറ്റൊരാൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതിന് ശേഷം ലഭിക്കുന്ന പണമൊക്കെ വന്നു ചേരാനുള്ള ഒരു സംയോഗം, ഒരു യോഗം ഈ വർഷം വന്നു ചേരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഡിവോഴ്സ് കേസ് നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളിൽ നിന്ന്, ഒരുപക്ഷെ ഒരു ശത്രുവിൽ നിന്നായിരിക്കാം, ഒരു കോടതിയിൽ ഒരുപാട് നാൾ നടന്ന് കൊണ്ടിരുന്ന ഒരു കേസിൽ നിന്നായിരിക്കാം, ഇതൊന്നുമല്ലെങ്കിൽ ഒരു രോഗമുക്തി ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സാധിപ്പിക്കുന്ന, അതിന് സാധ്യതകളുള്ളൊരു വർഷമാണ്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ദശാനാഥനും ഗോചരത്തിലെ ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം, ദശാന്തർദശ പ്രത്യന്തർദശകൾ, അവരും ഈ ഗോചരത്തിലെ ഗ്രഹങ്ങളുമായിട്ടുള്ള ആ ഒരു ലിങ്ക്, അതായത് നിങ്ങളുടെ 6ാം ഭാവാധിപനും 3ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് അഷ്ടമഭാവത്തിലേക്ക് മെയ് മാസത്തിൽ പോകാനിരിക്കുന്നത്. തീർച്ചയായിട്ടും ശത്രുവിൻ്റെ രാശിയിലേക്കാണ് പോകുന്നത്, അഷ്ടമഭാവത്തിലാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയവുമാണ്. എന്നിരുന്നാലും പലതിനും ചികിത്സ ലഭിക്കുന്നതാണ്. ചികിത്സ എന്നത് കുറേയൊക്കെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസാണ്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഞാനിവിടെ പറയുമ്പോൾ അത് അലോപ്പതിയിൽ നിന്ന് മാറിയിട്ട് ഉള്ള മറ്റു മെഡിസിൻസ് മാത്രമല്ല.
പലതരത്തിലും, അതായത് ഒരു മാജിക്കൊക്കെ സംഭവിക്കുന്നത് പോലെ ഒരാൾ നമ്മളോട് ഒരു ക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകൾ, ചില പ്രത്യേക പ്രാർത്ഥനകൾ കഴിപ്പിക്കാൻ പറയുന്നു, അതുമൂലം രോഗശാന്തി വരിക, ഒരു എനർജി ഹീലറുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്തിട്ട്, അതായത് ആ ഒരു പരാശക്തികളിൽ നിന്നുള്ള ഒരു അനുഗ്രഹം പോലെ, അതായത് രോഗമുക്തി, കടമുക്തി ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ മുക്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. അതായത് രോഗങ്ങൾ ഉണ്ടാകാനും അതിന് ശേഷമാണ് മുക്തി ലഭിക്കുന്നത്. അതേപോലെ തന്നെ ശത്രുക്കളെ ഹനിപ്പിക്കുന്ന രീതിയിൽ, ശത്രുക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശത്രുക്കൾ പിന്മാറുന്നത് പോലെയുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. മൊത്തത്തിൽ തുലാം രാശി, തുലാം ലഗ്നക്കാർക്ക് പ്രതീക്ഷയുള്ള വർഷമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രതീക്ഷ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ആദ്യം നെഗറ്റീവായിട്ടൊന്ന് സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് ചികിത്സ ലഭിക്കുക, അപ്പോൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. വെയ്റ്റ് ഗെയിൻ, അതിനുള്ള സാധ്യതകൾ, ആഹാരശീലങ്ങളെ ശ്രദ്ധിക്കുക. പക്ഷേ കുടുംബസുഖം കൊണ്ടുതരുന്ന ഒരു വർഷം തന്നെയാണ്. സന്താനങ്ങളെ ചൊല്ലി ചില ആകുലതകൾ ഉണ്ടായേക്കാം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതിനെപ്പറ്റി ചിന്തിപ്പിക്കുന്ന സമയമായിരിക്കും. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊരു തടസ്സം അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക്, ഒരുപക്ഷെ അവർ മടി പിടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങളിൽ വരുന്ന തടസ്സമായിരിക്കാം. എങ്കിലും പതുക്കെ പതുക്കെ കാര്യങ്ങൾ ശരിയായി വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സന്താനങ്ങളുടെ നിങ്ങളുടെ ദശാന്തർദശാകാലങ്ങൾ ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. വ്യാഴത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിലും വ്യാഴം ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതുപോലെ ചൊവ്വയുടെ നക്ഷത്രമായ മകയിരത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ ഒക്കെ ഈ ഗ്രഹങ്ങൾ, അതായത് ഈ നക്ഷത്ര അധിപന്മാർ എവിടെയിരിക്കുന്നു, അതായത് ഈ ചൊവ്വയും സൂര്യനും ചന്ദ്രനും ഒക്കെ എവിടെയിരിക്കുന്നു ജാതകത്തിൽ എന്നതിനനുസരിച്ചിട്ട് കൂടിയാണ് വ്യാഴം ഫലം തരുന്നത്. അപ്പോൾ ഇത് വളരെ ജനറലായിട്ടുള്ള കാര്യമാണ്. അതായത് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ കൊണ്ടുതരുന്ന സമയമാണ്. പെട്ടെന്ന് ജോലി മാറാൻ പറ്റിയ സമയമല്ല. ഈ ഒരു വർഷത്തിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. തീർച്ചയായിട്ടും നല്ലൊരു വിദഗ്ധ ഉപദേശം തേടിയിട്ട് വേണം ഒരു കമ്പനി മാറാനായിട്ട്, ജോലി മാറാനായിട്ട്. ഈ ഒരു സമയം എന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊണ്ടുതരുന്നതായിരിക്കാം. അതായത് അവിചാരിതമായിട്ടുള്ള മാറ്റം കർമ്മക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മക്ഷേത്രത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറുക, നിങ്ങളുടെ കമ്പനി തന്നെ നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുക, അവിടെ നിങ്ങൾക്ക് വലിയ കോൺടാക്ട്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു ചേരുക, ഒരു ഒറ്റപ്പെടലിലൂടെ, ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ കർമ്മക്ഷേത്രത്തിൽ കടന്നു പോകേണ്ടുന്നൊരവസ്ഥ, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന അവസ്ഥ. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സിലാണെങ്കിലും, നിങ്ങളൊരു കലാകാരനാണെങ്കിലും ഒരു IT പ്രൊഫഷണലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ്, നിങ്ങളുടെ ആ ഒരു സൃഷ്ടിയിൽ മറ്റുള്ളവർക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് ഇല്ലാത്ത, അതായത് നിങ്ങൾ ഒറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷൻസ്, പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഡീൽ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ, ഇതൊക്കെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും പതറരുത്. ഒറ്റയ്ക്ക് നമ്മൾ കാര്യങ്ങളെ നേരിടുമ്പോൾ, പൊരുതുമ്പോൾ നമുക്ക് പരാശക്തികളിൽ നിന്നുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്ന കാര്യം മറക്കരുത്. അവിടെയാണ് ആരാധനകളുടെ ശക്തിയുള്ളത്. ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് മന്ത്രമാണോ നിങ്ങൾ ചൊല്ലുന്നത്, അതിൽ വിശ്വസിക്കുക. ഒരു ദിനചര്യ കൊണ്ടുവരിക. ജീവിതത്തിൽ മന്ത്രജപങ്ങൾക്കായിട്ട് സമയം നീക്കിവെക്കുക. സത്കാര്യങ്ങൾ ചെയ്യാൻ, മനസ്സുകൊണ്ടെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. നമ്മളെപ്പറ്റി ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്നത് കാര്യമാക്കാതെ, പ്രത്യേകിച്ച് രാഹു, 6ാം ഭാവത്തിലെ രാഹു നിങ്ങളെ ഒന്നുകൂടി ധൈര്യവാനാക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബോധർ ചെയ്യുകയില്ല. നമ്മളെപ്പറ്റി എന്ത് സംസാരിക്കുന്നു, എന്തു പറയുന്നു, നമ്മൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ, നമ്മളൊരു ജോലിസ്ഥലത്ത് താഴേക്കിടയിലുള്ള ആളാണോ മുകളിലിരിക്കുന്ന ആളാണോ, അതിനെപ്പറ്റി ആൾക്കാർ എന്ത് പറയുന്നു, ചിന്തിക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാതാവുമായിട്ടുള്ള ബന്ധമായാലും കുറേ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒറ്റപ്പെടൽ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെടലിനെ അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് മാറ്റാതെ, ചിലർക്ക് അവരവരുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട്, ലഗ്നാധിപൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട്, സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഒറ്റപ്പെടൽ കൊണ്ടു കൊടുക്കാനുള്ള സാഹചര്യവും
ഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് പലതരത്തിലായിരിക്കാം. ഹോസ്പിറ്റൽ വാസമായിരിക്കാം, സ്വയം സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടലായിരിക്കാം, സോഷ്യലി ഐസൊലേറ്റഡ് ആവുന്നതായിരിക്കാം. പക്ഷേ ഒറ്റപ്പെടൽ എന്നത് നിങ്ങൾക്കൊരു ആയുധമാക്കി മാറ്റാനും കഴിയുന്നതാണ്. നിങ്ങളുടെ ഏകാന്തത നിങ്ങളുടെ പുതിയ സൃഷ്ടികൾക്കായിട്ട്, പുതിയ റിസർച്ചിനായിട്ട്, കണ്ടുപിടുത്തങ്ങൾക്കായിട്ട്, എഴുത്തിനായിട്ട്, അഗാധമായി ചിന്തിക്കാനായിട്ട്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ മെഡിറ്റേഷനും ധ്യാനവും മന്ത്രജപങ്ങൾക്കുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഏകാന്തതയെ മാറ്റി തീർക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഓഫീസിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒരു മാറ്റം കൊണ്ടുതരുന്ന വർഷം തന്നെയാണിത്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇവിടെ ജൂലൈ മാസത്തിന് ശേഷം കർമ്മക്ഷേത്രത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എടുത്തുചാടി ജോലി മാറുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം, ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം, ലവ് ആൻഡ് റിലേഷൻഷിപ്പ് കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം. എടുത്തുചാടി പുതിയ റിലേഷൻഷിപ്പിലേക്ക് എടുത്തുചാടുന്നതും, അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രണയബന്ധമൊക്കെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അവസാനിപ്പിക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ജൂലൈ മാസത്തിന് ശേഷം പ്രത്യേകിച്ച് അത് ഒന്ന് കരുതിയിരിക്കേണ്ടതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. പൊതുവെ ശനിയുടെ ഗോചരമാണെങ്കിലും ചതയം, പുരുരുട്ടാതി നക്ഷത്രങ്ങളിലേക്ക് പോകുമ്പോഴും, കൂടാതെ ശനി ഈ വർഷം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെ കർമ്മക്ഷേത്രത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാണാം. അപ്പോൾ നിങ്ങളുടെ ദശാന്തർദശകൾക്കനുസരിച്ചിട്ട് ഈ ഒരു സമയത്ത് പ്രമോഷനും മറ്റ് സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അവിടെ ദശകൾക്ക് വലിയ പ്രാധാന്യമാണ്. അതായത് ജോലിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ, ഉയർച്ച നൽകുമോ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യങ്ങൾ എന്നത് തീർച്ചയായിട്ടും ദശകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ശനി ഇവിടെ നക്ഷത്ര പരിവർത്തനം നടത്തുമ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും കർമ്മക്ഷേത്രത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് കൊണ്ടുതരാൻ കഴിയുന്നതാണ്. കർമ്മഫലം എന്നിവിടെ പറയുമ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് കർമ്മഫലത്തെ കൂടി അത് സൂചിപ്പിക്കുന്നു. കാരണം ഇവിടെ നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് ശനി ഗോചരം ചെയ്യുന്നത്. 5ാം ഭാവം എന്നത് പൂർവ്വജന്മ പുണ്യങ്ങളെ കൂടി സൂചിപ്പിക്കുന്നതാണ്. പൂർവ്വജന്മത്തിലെ പുണ്യപാപങ്ങളെ എന്ന് പറയാം. അപ്പോൾ പൂർവ്വജന്മത്തിലെ പുണ്യത്തിനനുസരിച്ചിട്ട് നല്ലൊരു ഉയർച്ചയും, സന്താനങ്ങളുടെ ഉയർച്ചയായാലും അല്ലെങ്കിൽ സന്താന ലബ്ധിക്കാണെങ്കിലും അതിനുള്ള സാധ്യതകളും കൊണ്ടുതരുന്നുണ്ട്. അതായത് ലാഭത്തിൻ്റെ രാശിയിലാണ് ശനി ഇരിക്കുന്നത്. എന്നിരുന്നാലും ശനി നിങ്ങൾക്ക് യോഗകാരകൻ കൂടിയാണെങ്കിൽ പോലും ശനി പാപഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ 6ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പൂർവ്വജന്മ പുണ്യത്തിനനുസരിച്ചിട്ട് ഫലം തരുന്നതാണ്. അപ്പോൾ അത് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഇലവേഷൻ തരുന്നതായിരിക്കാം, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരം കൊടുത്തുതരുന്നതായിരിക്കാം, ഒരു പ്രൊമോഷനായിരിക്കാം, വിവാഹത്തിനുള്ള ഒരു യോഗമായിരിക്കാം, പാസ്റ്റ് ലൈഫിലെ ഒരു പാർട്ട്ണർ വന്നു ചേരുന്നതായിരിക്കാം. അതായത് വിവിധ തരത്തിലുള്ള സാധ്യതകൾ ഇവിടെ ശനിയുടെ നക്ഷത്ര പരിവർത്തനം കൊണ്ടുതരുന്നുമുണ്ട്. ശനിയുടെ വക്രഗതിയും നക്ഷത്ര പരിവർത്തനവും എല്ലാം ഈ വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ ജാതകത്തിൽ ഈ നക്ഷത്രാധിപനുമായിട്ടുള്ള ശനിക്കുള്ള ബന്ധം, മറ്റു കാര്യങ്ങളെ അനുസരിച്ചിട്ടാണ് പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ ഇരിക്കുന്നത്. എന്നിരുന്നാലും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. നേരത്തെ തന്നെ ഒരു PR ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഒരു പെർമനൻ്റായിട്ട് ഒരു രാജ്യത്ത് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ ഈ വർഷം കൊണ്ടുതരുമെങ്കിലും ഇവിടെയും നിങ്ങൾ സ്വയം കൺഫ്യൂഷനിൽ അകപ്പെടുന്നതാണ്. കാരണം കേതുവിൻ്റെ ഗോചരം 12ാം ഭാവത്തിലൂടെ നടക്കുമ്പോൾ ആകസ്മികമായിട്ടുള്ള ചില അനുഭവങ്ങളും, നേരത്തെ നിങ്ങൾ PR ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, പെർമനൻ്റായിട്ട് ഒരു സ്ഥലത്തിരിക്കണം, അവിടുത്തെ PR-നായി ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നു എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കേതു ഈ 12-ൽ ഇരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സമയത്ത് നിങ്ങളൊന്ന് കൺഫ്യൂഷനിൽ അകപ്പെടുന്നതായിരിക്കും. കാരണം ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും, വേണോ ഇവിടെ ഇനി നിൽക്കണോ എന്നുള്ളൊരു രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാന്തർദശകൾക്കനുസരിച്ചിട്ടാണ് അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് സെറ്റിൽ ആകാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഇരിക്കുന്നത്. പക്ഷേ കേതുവായാലും മറ്റു ഗ്രഹങ്ങളുടെ പൊസിഷനായാലും നിങ്ങൾക്ക് വിദേശത്ത് സ്ഥിരമായിട്ടിരിക്കാനുള്ള യോഗം കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. ഇതിൻ്റെ റിസൾട്ട് എന്നത് നിങ്ങളുടെ ദശാകാലങ്ങളുമായിട്ട് കമ്പയർ നോക്കുമ്പോഴാണ് ശരിക്കും അറിയാൻ കഴിയുന്നത്. രാഹുവിൻ്റെ 10ാം ഭാവത്തിലേക്കുള്ള സ്വാധീനം എന്നത് നിങ്ങളെ കുറേ കൂടി സെൽഫ് സെൻറ്റേർഡ് ആക്കുന്നതായിരിക്കും, ഫോക്കസ്ഡ് ആക്കി മാറ്റുന്നതായിരിക്കും. അതായത് കർമ്മക്ഷേത്രത്തിൽ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഗാർഹിക അന്തരീക്ഷം, അതിലെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള ക്ലാഷസ്, ആകസ്മികമായിട്ട് വന്ന അസുഖങ്ങൾ, ചില ഓഫീസ് പൊളിറ്റിക്സ്, അതായത് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്തിരുന്ന
എന്ന ഒരു സമയം നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു ഗോചര സമയത്ത് രാഹു നിങ്ങളെ കുറേ കൂടി ഫോക്കസ്ഡ് ആക്കി തീർക്കുന്നതായിരിക്കും. അതായത് കർമ്മക്ഷേത്രത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കൂ എന്നത്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റൂ എന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ച് പണം ചിലവഴിച്ച് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയം മാറ്റിവെച്ചു എന്നിരിക്കട്ടെ. അതായത് നിങ്ങൾ ഇമോഷണലായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, അതായത് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർക്ക് വേണ്ടി. പക്ഷെ നിങ്ങളൊരു റിയലൈസേഷനിലേക്ക് കടക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ വിലയേറിയ സമയം, നമ്മുടെ ജോലി സമയം, നമ്മുടെ പണമായിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ, കർത്തവ്യബോധം എന്ന ഒരു കാര്യത്തെ മനസ്സിൽ കരുതി, ഉത്തരവാദിത്തം എന്നൊരു കാര്യത്തെ മനസ്സിൽ കരുതി നിങ്ങൾ പലതും ചെയ്യാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന ഒരു കാര്യം നിങ്ങളെ ഈ ഒരു വർഷം വീണ്ടും ചിന്തിപ്പിക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് നമ്മൾ സഹായിക്കുന്നവർ നമ്മളെ തിരിച്ച് അപമാനിക്കുക മാത്രം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കർമ്മക്ഷേത്രത്തിൽ ഒരു ഭാഗത്ത് നഷ്ടം വരുന്നു. ഇത് നിങ്ങളുടെ ഓഫീസിലായാലും, നിങ്ങൾ ഓഫീസിൽ സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുമ്പോഴായിരിക്കാം. മറ്റ് കുടുംബകാര്യം പറയുകയാണെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നായിരിക്കാം. നിങ്ങൾ മറ്റു പലതും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു വിലയും തരാതെ, അതായത് യഥാർത്ഥത്തിൽ അപമാനം മാത്രം സഹിക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളൊരു മാതാപിതാക്കളായിരിക്കാം, മക്കളെ സഹായിക്കാനായിട്ട് അവരുടെ അടുത്ത് പോയതായിരിക്കാം. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്ന ഈ രാഹുവിൻ്റെ പ്രത്യേകത അതാണ്. രാഹു കുറേ കൂടി സെൽഫ് സെൻറ്റേർഡ് ആക്കി തീർക്കും. അതായത് നിങ്ങളെ ഫോക്കസ് ചെയ്യൂ. മറ്റുള്ളവരുടെ ഇമോഷണൽ നീഡ്സിനേക്കാളും നിങ്ങളുടെ ഇമോഷണൽ നീഡ്സിനെ ഫോക്കസ് ചെയ്യൂ. സ്റ്റെബിലിറ്റി കൊണ്ടുതരും. ഇവിടെ വ്യാഴമായാലും രാഹു ആയാലും സ്റ്റെബിലിറ്റി കൊണ്ടുതരുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതും, അത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ അത് സ്വാർത്ഥതയാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നത് അഷ്ടമഭാവത്തിലേക്ക് പോകുന്ന വ്യാഴമായാലും കർക്കിടകത്തെ സ്വാധീനിക്കുന്ന രാഹു ആണെങ്കിലും നിങ്ങളിൽ ആധ്യാത്മിക പുരോഗതി തന്നെയായിരിക്കും കൊണ്ടുതരുന്നത്. നിങ്ങൾ സെൽഫ് സെൻറ്റേർഡ് ആവുക എന്നിവിടെ പറയുമ്പോൾ കർത്തവ്യബോധത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സമയത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ മറ്റു കർമ്മരംഗങ്ങളിലും എൻ്റെ സ്വാധീനം, എൻ്റെ സമയം ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്നൊരു ബോധം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് വരുന്ന വർഷമായിരിക്കും. അതായത് ജോലിസ്ഥലത്തെ ഒരു ബന്ധനങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും, കുടുംബ ബന്ധങ്ങൾ എന്ന പേരിൽ, ഇമോഷണൽ കണക്ഷൻസിൻ്റെ പേരിൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും പതുക്കെ ആ ഒരു ചരടുകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതും വിശാല മനസ്ഥിതി നേടുന്നതുമായിരിക്കും. പൊതുവെ എല്ലാ തലത്തിൽ നിന്നും ഒരു 360 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിൽ നിന്നും ആരോപണ വിമുക്തരായിത്തീരുന്ന ഒരു വർഷം കൂടിയാണിത്. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോപണ വിമുക്തരായിത്തീരുന്നതായിരിക്കും. നിങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കൂടാതെ പലർക്കും സ്വദേശത്തേക്ക് മടങ്ങാനുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. ഇതിൻ്റെ സാധ്യതകൾ എന്നത് നിങ്ങളുടെ ദശാന്തർദശകൾക്കനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം അതിനൊരു സപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേ രാഹുവിൻ്റെ ഒരു ഗോചരം പറയുന്നത് വിദേശത്താണ് കർമ്മ സാധ്യതകൾ ഉള്ളത് ഈ ഒരു വർഷം എന്നത്. അപ്പോൾ 2024 തുലാം രാശി, തുലാം ലഗ്നക്കാരെ എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്നതിനെക്കുറിച്ച് ചില അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.